വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ വടകര ഷോറൂം വിവിധ കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച രാജ്യാന്തര മാസ്റ്റേഴ്സ് മീറ്റിൽ ഹർഡിൽസിൽ സ്വർണവും ലോങ് ജമ്പിൽ വെള്ളിയും നേടി രാജ്യത്തിന് അഭിമാനമായി മാറിയ കായിക പ്രതിഭ ശ്രീജയെ ആദരിച്ചു. ഏതായാലും ഇങ്ങനെയൊരു അവസരം എനിക്ക് കിട്ടിയതിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഫാമിലി മെമ്പേഴ്സിനോട് നന്ദി പറയുകയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുമോദനം എനിക്ക് കിട്ടുന്നത്. വെച്ചാൽ സാധാരണ അസോസിയേഷൻ ക്ലബ്ബുകൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു ഫാമിലിയുടെ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഞാനിത് കാണുന്നത്. ഏതായാലും അതും ഈ വനിതാ ദിനത്തിൽ, ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതലും എനിക്ക് കാണാൻ കഴിയുന്നത് വനിതകൾ തന്നെയാണ് തോന്നും. ഈ ഷോറൂമിൽ കൂടുതലും വനിതകളാണെന്നാണ് തോന്നുന്നത്. സെയിൽസ് ഗേൾസ് ആയിട്ടും അതേപോലെ ജെൻസും ഉണ്ട്. ഏതായാലും ഈ വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ. ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്പോർട്സ് രംഗത്ത് ഈ വടകരയിലല്ല, ഇന്ത്യയിൽ തന്നെ വിദേശത്ത് പോയി സ്പോർട്സ് രംഗത്ത് മികവ് തെളിയിച്ച നമ്മളെ ടീച്ചർ കൂടിയാണ്. പിന്നെ അവരെ ആദരിക്കുന്നതിൽ ഫാമിലി വെഡിങ്ങിന് അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഫാമിലി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എല്ലാ കാലത്തും നമ്മുടെ 10 വർഷമായി നമ്മൾ ഫാമിലി ഇവിടെ ആരംഭിച്ചിട്ട്, അപ്പോൾ ഇവിടെ ഈ രംഗത്ത് ഓരോ രംഗത്തും വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ്. അവർ പിന്നെ ഗ്രാമങ്ങളിലായിരിക്കും, അവരെയാണ് നമ്മൾ തേടിപ്പിടിച്ച് നമ്മൾ പിന്നെ ജേതാക്കളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതേമാതിരി തന്നെ നമ്മളിവിടെ 10 വർഷമായി നമ്മളെ മേഡം, വിമല മേഡം, എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും കുട്ടികൾക്കും സ്വന്തം അമ്മ കൊടുക്കുന്നതിൽ, അമ്മ ഒരു കുട്ടിക്ക് ചായ എടുത്തു കൊടുക്കുന്നതിൽ കൂടുതൽ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഇഷ്ടത്തോടു കൂടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ചിലപ്പം ചില കുട്ടികൾക്ക് അവരുടെ അമ്മ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല, അത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ചൂടൊക്കെ ആറ്റി അത്രയും ശ്രദ്ധിച്ചിട്ട് കൊടുക്കുന്ന നമ്മുടെ മാഡം, പിന്നെ എന്തുകൊണ്ടും നമ്മൾ അത് വളരെയധികം സന്തോഷമാണ്, അഭിമാനവുമുണ്ട്. ഈ നമ്മളെ ഫാമിലിക്ക് അങ്ങനെ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിൽ. എല്ലാ വർഷവും നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടലുണ്ട്. HR മാനേജർ അജൽ TK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് KV അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി ലോകമെമ്പാടുള്ള വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 1900-നൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെ സ്ത്രീകളുടെ പുരോഗതിക്കും ഉന്നമതിക്കും വേണ്ടി ഒരു ഡേ കണ്ടെത്തുകയും അതിലൂടെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീകരണം, അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡേ തന്നെ കണ്ടെത്തിയത്. അതിനുശേഷം ഒരുപാട് പുരോഗതിയിൽ ലോകമെമ്പാടുള്ള സ്ത്രീകൾക്ക് മൊത്തത്തിൽ തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നിലക്കും. ഒരു കാലത്ത് നമുക്കറിയാം, നമ്മളെ നാടുകളിൽ തന്നെ സ്ത്രീകൾക്ക് മാറി മറിക്കാൻ പോലും അവകാശമില്ലാത്തൊരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട് മുമ്പേ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് ഒരുപാട് വേദനകളും യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് സ്ത്രീകൾ മുൻകാലഘട്ടത്തിൽ ലോകമെമ്പാടും കടന്നുപോയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത വന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതൊക്കെ ഇത്തരം ദിനങ്ങൾ പോലെയുള്ള ആദരിക്കൽ ചടങ്ങുകളും അതുപോലെ തന്നെ ഇത്തരം പിന്നെ വനിതാ ഡേ ദിനം ആചരിക്കുന്നതോടു കൂടിയൊക്കെയാണ് ഇത്തരം പുരോഗതിയിലേക്ക് സ്ത്രീകളെ, അത് തന്നെയായിരുന്നു ഈ ഡേയുടെ ലക്ഷ്യം മുൻകാലങ്ങളിൽ ആഗ്രഹിച്ചത്. നാം മനസ്സിലാക്കിയതുപോലെ സ്ത്രീകളെ നമ്മൾ എങ്ങനെ ആദരിച്ചാലും, എത്ര ബഹുമാനിച്ചാലും, ഏത് രൂപത്തിൽ, എങ്ങനെ എത്ര രൂപത്തിൽ വർണ്ണിച്ച് നന്ദി പറഞ്ഞാലും പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസത്തിന്മേൽ പ്രയാസം എന്നൊക്കെ പറയല്ലേ, സാധാരണ ഒരു പ്രയാസമല്ല, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവർ നമ്മളെപ്പോലെയുള്ള ആണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരെയും പ്രസവിച്ചിട്ട് 9 മാസം നൊന്ത് പ്രസവിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഭൂമിയിൽ വളരെ സുഖമായി ജീവിക്കുന്നത്. എന്താണെന്നറിയില്ല, പിന്നെ നമ്മളെ നൊന്ത് പ്രസവിച്ച് മൊലയൂട്ടി വളർത്തി വലുതാക്കിയ നമ്മൾ ആണുങ്ങൾ ഇന്ന് ഏതോ ഒരു കാലഘട്ടത്തിന് ശേഷം സ്ത്രീകൾ പിന്നെ പുരുഷന്മാരുടെ അധീനതയായി പോവുക. അത് എവിടെ വെച്ചാണെന്ന് അറിയില്ല. അത് ദൈവത്തിൻ്റെ എന്തോ ഒരു പ്രത്യേക സൃഷ്ടി വൈഭവം എന്ന് തന്നെ പറയാം ഇതിനെ. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും പിന്നെ വ്യത്യസ്ത കഴിവുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ദൈവം തന്നിട്ടുള്ളത്. സ്ത്രീക്ക് കഴിയാത്ത ഒരുപാട് കഴിവുകൾ പുരുഷന്മാർക്ക് കഴിയെങ്കിലും പുരുഷന് കഴിയാത്ത ഒരുപാട് പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള
ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീ സഹിക്കുന്ന സഹനം, സമാധാനം, അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം, ക്ഷമ, ഇതൊരു മനുഷ്യന് ഒരു പുരുഷന് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയോടൊന്നിച്ച് മികച്ച സേവനം കാഴ്ചവെച്ച വിമല കെയ്ക്കുള്ള സ്നേഹോപഹാരം നൽകി. ഇന്ന് ഈ വനിതാ ദിനമാണ്. ഈ ഉപഹാരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ 10 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, സന്തോഷം. അഫ്സലുദ്ദീൻ, സഫാദ്, ഷബീർ, ഇവന്റ് മാനേജർ റഹൂഫ് എന്നിവർ സംബന്ധിച്ചു. AGM അഷ്റഫ് KY നന്ദി പറഞ്ഞു. തുടർന്ന് ഫാമിലി വെഡ്ഡിംഗ് ഷോറൂം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു.